ചർച്ചയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ മോഹൻ വർഗീസ്, നേരത്തെ താങ്കൾ പറഞ്ഞു നിർത്തിയത് ഈ ട്രംപ് സ്വീകരിക്കുന്ന ഈ നയങ്ങൾ ലോകത്തിന് എത്രത്തോളം അപകടമാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വാധീനം ലോകക്രമത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്തും, ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, ഈ കുടിയേറ്റക്കാരെയൊക്കെ പുറത്താക്കാൻ ട്രംപ് സ്വീകരിച്ച നടപടികളൊന്ന് സൈനിക വിമാനങ്ങളിൽ ഇവരെ അവരവരുടെ രാജ്യങ്ങളിൽ എത്തിക്കുക, ഇന്ത്യയിലും എത്തി. അതിൻ്റെ ചിലവ് വളരെയധികം വർദ്ധിച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത് നിർത്തിവെച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ദശലക്ഷക്കണക്കിന് ഡോളറാണ് അതിനൊക്കെ വേണ്ടി ഇതിനകം അമേരിക്ക ചിലവഴിച്ചത്. ഇങ്ങനെ ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു എടുത്തിയാട്ടം കൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ വാഗ്ദാനം ചെയ്തെന്ന് വെച്ച് എന്തും മുന്നോട്ട് വെക്കുക, അത് ആ തരത്തിൽ നടപ്പിലാക്കുക, പിന്നീട് അത് അബദ്ധമാണെന്ന് കരുതി പിൻവലിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ച ഒരു നേതാവ് കൂടിയാണത്. അത് എന്ത് തരത്തിൽ അമേരിക്കയല്ല മറ്റു രാജ്യങ്ങളെ ബാധിക്കുമെന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണണമല്ലോ. ശ്രീ രഞ്ജിത്ത്, ഈ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒരുപാട് ടാക്ടിക്സ് ഉണ്ട്. അപ്പോൾ അതിൽ ട്രംപ് അഡോപ്റ്റ് ചെയ്യുന്ന ടാക്ടിക്സ് എന്ന് പറയുന്നത് ഇൻറ്റിമിഡേറ്ററി ടാക്ടിക്സാണ്. ഭീഷണിപ്പെടുത്തി ബലപ്രയോഗം നടത്തുമെന്ന ധാരണ ഉണ്ടാക്കി ഒരൊറ്റ വെടി പോലും പൊട്ടിക്കാതെ തന്നെ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ എത്തിച്ചു നിർത്തുക എന്ന ട്രംപിൻ്റെ ഒരു രീതി, അത് ഇതുവരെ വിജയിച്ചിട്ടുണ്ട്. ട്രംപ് അധികാരത്തിലെത്തിയതിന് ശേഷമുള്ള ഈ 45 ദിവസങ്ങൾ, ഈ 45 ദിവസങ്ങളിലും ഒരുപക്ഷെ ട്രംപ് സെറ്റ് ചെയ്ത അജണ്ട അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാനായി മറ്റ് രാജ്യങ്ങൾക്ക് അവരുടെ അജണ്ടകളെ റീസെറ്റ് ചെയ്യേണ്ടി വന്നു. ഉദാഹരണത്തിന് ഈ ഗാസയുടെ കാര്യത്തിൽ ആദ്യ വെടി പൊട്ടിക്കുന്നത് ട്രംപ് തന്നെയാണ്. ഞങ്ങൾ ഗാസയെ റിവീറയാക്കി മാറ്റും എന്ന് ട്രംപ് പറയുമ്പോൾ വ്യക്തമായൊരു പദ്ധതി ഉണ്ട് എന്നൊരു പ്രതീതി. പദ്ധതിയൊന്നുമില്ല, വെറുതെ പറഞ്ഞതേ ഉള്ളൂ, ഒരു AI പിക്ചറൊക്കെ ഇട്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ പദ്ധതി ഉണ്ട്. ട്രംപ് നനച്ചതേ മുടിപ്പവൻ, അല്ലെങ്കിൽ വിചാരിക്കുന്നത് നടത്തിയെടുക്കും എന്നൊരു ധാരണ ട്രാക്ക് റെക്കോർഡ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. അങ്ങനെ ധാരണ വന്നപ്പോൾ ഇതാ പെട്ടെന്നതിന് അറബി രാജ്യങ്ങൾ, അറബ് ലീഗ് കെയ്റോയിൽ ഒത്തുകൂടേണ്ടി വന്നു. ഒത്തുകൂടി അതിനൊരു ബദൽ രൂപരേഖ, ബദൽ പദ്ധതി ആവിഷ്കരിച്ച് മുന്നോട്ട് വയ്ക്കേണ്ടി വന്നു. അത് ഒരു പക്ഷേ ട്രംപിന് കൂടെ സ്വീകാര്യമാണ്. കാരണം എന്ത് വന്നാലും അറബ് രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട സൗദി അറേബ്യ ഉൾപ്പെടെ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ സ്കീം ഓഫ് തിങ്സിന് പുറത്ത് പോവില്ല എന്ന ട്രംപിൻ്റെയും അമേരിക്കയുടെയും ഒരു ആത്മവിശ്വാസം. അതുകൊണ്ട് ഇപ്പോൾ ഗാസയെക്കുറിച്ച് അറബ് രാജ്യങ്ങൾ പദ്ധതി കൊണ്ടുവന്നോട്ടെ. $52 ബില്യൺ പദ്ധതിയാണ്. അത് 3 ഘട്ടങ്ങളിലായി 5 വർഷം കൊണ്ട് നടപ്പാക്കിയെടുക്കുന്ന പുനരുദ്ധാന പദ്ധതി. ആ പദ്ധതിയിൽ ഹമാസിന് പങ്കാളിത്തം ഉണ്ടാകില്ല എന്ന് ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഉറപ്പുവരുത്താൻ കഴിയുന്നിടത്തോളം കാലം ഇസ്രയേലിൻ്റെ സുരക്ഷ നടക്കും. ട്രംപിൻ്റെ ആഗ്രഹങ്ങൾ, അമേരിക്കയുടെ താല്പര്യം ഇസ്രയേലിനെ സംരക്ഷിക്കുക എന്നതാണ് പ്രധാന താല്പര്യമെങ്കിൽ അതും നടക്കും. അതുകൊണ്ടാണ് ട്രംപ് ഇൻ എ വെയിൽഡ് അറ്റംപ്റ്റ് കഴിഞ്ഞ ദിവസത്തെ ആ ട്രൂത്ത് സോഷ്യലിലെ അദ്ദേഹത്തിൻ്റെ റിമാർക്കിൽ പറഞ്ഞ കാര്യം കുറച്ചുകൂടെ തലനാരിഴ കീറി പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ലുക്ക്, ഹമാസിൻ്റെ നേതാക്കളോട് പറയുകയാണ്, നിങ്ങൾ ഇവിടം വിട്ടു പോകണം, നിങ്ങളുടെ കാര്യത്തിൽ ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. അതേസമയം ഗാസയുടെ ജനങ്ങൾ, നിങ്ങൾക്ക് ഒരു സ്വർഗരാജ്യം, നിങ്ങൾക്ക് വസിക്കാവുന്ന ഒരു മനോഹര ഇടം സാധ്യമാകും, നിങ്ങൾ ക്ഷമിക്കുക, സഹിക്കുക, ഈ രീതിയിലാണ്. അപ്പോൾ ഇതൊരു ട്വിൻ ട്രാക്കാണ്. ഒരു വശത്തെ ചാട്ടവാർ എടുക്കുകയും മറുവശത്ത് ഒരു പർദീസ കാണിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് ആകെപ്പാടെ ഈ ഒറ്റയ്ക്ക് ഹമാസിൻ്റെ പിന്നിൽ എല്ലാ ഗസൻസും അണിനിരക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി തന്ത്രപൂർവ്വം, ബുദ്ധിപൂർവ്വം കീപ് എ പീപ്പിൾ ഡിവൈഡഡ് എന്നുള്ളതാണ്. അതായത് ഹമാസിന് പ്രാതിനിധ്യമുള്ള ഒരു സർക്കാർ, ഒരു ഭരണ സംവിധാനം ഉണ്ടാകുന്നില്ല എന്ന ഉറപ്പ് വരുത്തുക. അതിന് അറബ് ലീഗ് തന്നെ ആ പദ്ധതി കൊണ്ടുവരികയും, അങ്ങനെയാണെങ്കിൽ അമേരിക്ക ആരും പഠിക്കില്ലല്ലോ, അറബ് ലീഗിൻ്റെ പദ്ധതിയാണ്. അതിനടുത്ത് ടെക്നോക്രാറ്റുകൾ, ചില വിദഗ്ധന്മാർ, സാങ്കേതിക വിദഗ്ധന്മാർ എല്ലാം ചേർന്ന ഒരു ഇടക്കാല സംവിധാനം. അവിടെ മറ്റ് അറബ് രാജ്യങ്ങളുടെ ഉൾപ്പെടെ പ്രതിനിധികൾ, അവിടെ പാലസ്തീനിയൻ അതോറിറ്റി പോലും ആയിരിക്കില്ല, ഒരു ഇടക്കാല സംവിധാനം. ആ സംവിധാനം കാര്യമായ പണം റേസ് ചെയ്യാനുള്ള ഒരു മാർഗം കൂടിയാണ്. അതുകൊണ്ട് ഇൻ്റർനാഷണൽ ഡോണേഴ്സ് വന്ന് ഈ ഉദ്ദേശിക്കുന്ന 52-53 ബില്യൺ $5,300 കോടി റേസ് ചെയ്യുകയും ഇത് സമയബന്ധിതമായി ഈ പദ്ധതികൾ ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 2 ലക്ഷത്തോളം ടെൻറ്റുകളാണ്, 2 ലക്ഷത്തോളം താൽക്കാലിക വസതികളാണ്. പിന്നീട് അത് പെർമനൻ്റ് വസതികളായി വന്ന് ഒരു 10-14 ലക്ഷത്തോളം പേരെ അധിവസിപ്പിക്കുന്ന രീതിയിൽ ആകെയുള്ളത് അവശേഷിക്കുന്നത് 21-21.5 ലക്ഷം പേര് മാത്രമാണ് ഗാസയിൽ ഇപ്പോൾ അവശേഷിക്കുന്നത്. അവരെ എല്ലാം തന്നെ അവിടുന്ന് മാറ്റാതെ തന്നെ ഈ പറയുന്ന ഹമാസ് പറയുന്നത് പോലെ തന്നെയാണ്. അവരെ ഇവിടുന്ന് മാറ്റേണ്ട ആവശ്യമില്ല. അറബ് രാജ്യങ്ങളും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൂർണ്ണമായി അറബി ജനതയെ അല്ലെങ്കിൽ ഗസൻസിനെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് ഒരു പരിഹാരം ഉണ്ടാവില്ല എന്ന് യാഥാർത്ഥ്യ ബോധമുള്ള ഓരോ അമേരിക്കക്കാരനും അറിയാം, ട്രംപിനും അറിയാം. പക്ഷേ
നേരത്തെ കേണൽ ഡിന്നി പറഞ്ഞതാണ് അതിൻ്റെ ശരി. എന്ന് പറഞ്ഞാൽ കയറ്റി അങ്ങോട്ട് പറയുക, ഒരു 100ന്റെ സ്കെയിലിൽ 100 തന്നെ ഞങ്ങൾക്ക് വേണമെന്നങ്ങ് പറയുക. 50ഓ 60ഓ കിട്ടിയാലും ലാഭം എന്നെണ്ണുന്ന പക്കാ കച്ചവട മനസ്സാണ് ട്രംപിൻ്റെത്. അതുകൊണ്ടാണ് പിടിച്ചടമെല്ലാം ജയിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു വിരട്ടാണ് വിരട്ടുന്നത്. ഈ വിരട്ട് യേശുന്നിടത്തോളം കാലം ഇങ്ങനെ പോകും. പക്ഷേ ഈ കപ്പൽ മുങ്ങുമോ? ഇവിടെ എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്, ഇത്ര കാലം ഇത് തുടരും എന്ന് പറഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ രൂപവും ഭാവവും നമുക്കിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാനാവില്ല. ഇവിടെ ആഗോള ക്രമത്തെ തന്നെ അമേരിക്കൻ അജണ്ടയുടെ ഒരു പശ്ചാത്തലത്തിൽ കൊണ്ടുവരികയാണ് ട്രംപ്. പക്ഷേ ട്രംപിന് മാത്രമല്ല ബുദ്ധി എന്ന് ഓർക്കണം, മറ്റ് ലോകരാജ്യങ്ങളും റീഗ്രൂപ്പ് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. ഇപ്പോൾ അമ്പരന്ന് നിൽക്കുകയാണ്. പക്ഷേ ദ വിൽ ബി റീ അലൈൻമെന്റ് ഓഫ് ദ ഫോഴ്സസ്. നമുക്ക് പ്രതീക്ഷിക്കാനാവാത്ത രീതിയിൽ റീ അലൈൻമെന്റും റീഗ്രൂപ്പിങ്ങും ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ അമേരിക്കൻ സ്കീം ഓഫ് തിങ്സ് നടക്കില്ല. അത് മാത്രമല്ല അമേരിക്കൻ ജനത തന്നെയാണ് കാലാകാലങ്ങളിൽ ചരിത്രത്തിൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ, അമേരിക്കൻ നേതൃത്വത്തിൻ്റെ തിരുത്തൽ ശക്തി എന്ന് പറയുന്നത് ആഭ്യന്തര ജനാധിപത്യ ഘടനയാണ്. അമേരിക്കൻ പീപ്പിൾ വിൽ സ്പീക്ക് അറ്റ് ലാസ്റ്റ്. അതുകൊണ്ട് 4 വർഷത്തേക്ക് മാത്രം അധികാരത്തിലുള്ള ഡൊണാൾഡ് ട്രംപിന് ഒരു പരിധിക്കപ്പുറം ഇക്കാര്യത്തിൽ പോലും, ഗാസയുടെ കാര്യത്തിൽ പോലും പോകാനാവില്ല എന്നാണ് എൻ്റെ ടേക്ക്. അഡ്വക്കേറ്റ്